VC നിയമനത്തിൽ ഗവർണർ സർക്കാർ പോരുമുറുകുന്നു. VC നിയമനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ രാജ്ഭവൻ സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ ലിസ്റ്റ് ഉടൻ നൽകും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾക്കും രാജ്ഭവൻ ആലോചന. IIT വിദഗ്ധർ ഉൾപ്പെടെ ഗവർണറുടെ പട്ടികയിലുണ്ട് എന്നും സൂചനയുണ്ട്. ശാലിനി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, VC നിയമനത്തിൽ രാജ്ഭവൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ ലിസ്റ്റ് ഉടൻ നൽകുമെന്നാണോ അറിയുന്നത്? രോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സാങ്കേതിക സർവകലാശാല, ഒപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകളിൽ ഈ VC നിയമനം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താൽക്കാലിക VC നിയമിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇത്തരത്തിൽ കോടതിയിൽ കയറിയ സാഹചര്യത്തിൽ കൂടിയാണ് VC നിയമനത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. 10 പേരടങ്ങുന്ന പട്ടിക ഉടൻ തന്നെ കോടതിക്ക് കൈമാറാനുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. AGയുടെ പക്കൽ ഈ 10 പേരുടെ പട്ടിക എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തിങ്കളാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ് സുപ്രീം കോടതി. സ്വാഭാവികമായും അതിനുള്ളിൽ തന്നെ ഈ പട്ടിക കൈമാറാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തെളിയുന്നുണ്ട്. 10 പേരുടെ പട്ടിക തന്നെയാണ് സർക്കാരും നൽകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും IIT വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ 10 പേരുടെ പേരുകളാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും വിദഗ്ധരായ, ഏറ്റവും അർഹരായ ആളുകളെ ആ ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്കാണ് ഗവർണർ കടക്കുന്നത്. മുൻപൊക്കെ ഈ VC നിയമനമൊക്കെ ബന്ധു നിയമന സമാനമൊക്കെയായി നടത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ പോകാതെ കൃത്യമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കൃത്യമായ ആളുകളെ നിയമിക്കാനാണ് ഇപ്പോൾ ഗവർണർ ഒരുങ്ങുന്നത്. എന്തായാലും നിയമോപദേശം അടക്കം തേടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളും നീക്കങ്ങളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക തന്നെയാണ് രാജ്ഭവനുള്ളത്. എന്തായാലും ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് സർക്കാരുമായി ഇല്ല എന്നുള്ള നിലപാട് ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിവിധ സർവകലാശാലകളുടെ വിഷയത്തിലൊക്കെ ഒരു അനുനയ നീക്കത്തിന് സർക്കാർ ഒരുങ്ങിയിരുന്നു. മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഒപ്പം തന്നെ നിയമമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി ഒരു അനുരഞ്ജന ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും വഴങ്ങാൻ തൽക്കാലം ഗവർണർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി അന്തിമമായ ഒരു 10 പേരുടെ പട്ടിക രാജ്ഭവൻ AGക്കും തൊട്ടു പിന്നാലെ കോടതിയിലേക്കും നൽകും. അതിൽ നിന്നായിരിക്കും സെർച്ച് കമ്മിറ്റി അംഗങ്ങളെ ഫൈനലൈസ് ചെയ്യുക കോടതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ UGCയുടെയും കൂടാതെ സർക്കാരിൻ്റെയും പ്രതിനിധികളും ഉടൻ തന്നെ കൈമാറും. ഈ പ്രതിനിധികളിൽ നിന്ന് അന്തിമമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് VC നിയമനം വേഗത്തിലാക്കാനാണ് കോടതിയും ഇപ്പോൾ ഒരുങ്ങുകയും ചെയ്യുന്നത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.